ഈശോയുടെ സമയത്ത് യഹൂദരുടെ വലിയ വിശ്വാസങ്ങളൊന്നായിരുന്നു മിശിഹ വരും, മിശിഹ വന്നു കഴിയുമ്പോൾ അവർ ഒപ്രസ് ചെയ്യുന്ന റോമാക്കാരെ ചവിട്ടി പുറത്താക്കും, അവിടെ മതത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ നശിപ്പിക്കപ്പെടും. അങ്ങനെ വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്ന നിക്കോദെമോസിനോടാണ് ഈശോ ആ രാത്രി സംസാരിക്കുന്നത്. കുഞ്ഞു നിയമങ്ങൾ പോലും പാലിച്ചുകൊണ്ട് മിശിഹ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള ആഗ്രഹമായിട്ട് നിൽക്കുന്ന നിക്കോദെമോസിനോട് ഈശോ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ് പറയുന്നത്. അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഗോഡ് വ്യൂയും വേൾഡ് വ്യൂയും ഒക്കെ ഷാറ്റർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈശോ നടത്തുന്നത്. അതെ, ദൈവം ലോകത്തിലേക്ക് തൻ്റെ ഏകജാതനെ അയച്ചിട്ടുള്ളതേ നോട്ട് ടു മേക്ക് ഇസ്രായേൽ ഗ്രേറ്റ് അഗൻ, ലോകത്തെ മുഴുവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഏകജാതനെ അയച്ചിട്ടുള്ളത്, അല്ലാതെ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്താനല്ല. ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ മക്കളാണ്. ഇത് നിക്കോദെമോസിന് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിക്കോദെമോസിന് അതുവരെയുള്ള വ്യൂ ഒക്കെ തെറ്റിക്കാണ്. നിക്കോദെമോസ് അപ്പം തന്നെ ക്രിസ്തുവിനെ വിശ്വസിച്ചു എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നു സാൻഹെദ്രിനിൽ ഈശോനെ നിക്കോദെമോസ് സപ്പോർട്ട് ചെയ്യുന്നു, ഈശോയുടെ ബോഡി സംസ്കരിക്കാൻ മുൻകൈ എടുക്കുന്നു. അതിനർത്ഥം എന്താ? നിക്കോദെമോസിന് മനസ്സിലായി ദൈവത്തിൻ്റെ ഏകപുത്രനാണ് ക്രിസ്തു. ക്രിസ്തു വന്നിട്ടുള്ളത് എല്ലാവരും രക്ഷപ്പെടുത്താനാണ്. പക്ഷെ ഈ വെളിച്ചം ഇപ്പോഴും നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനികൾ പലരും ചിന്തിക്കുന്നത് അവിടെ മാത്രമാണ് ഈശോ, അവിടെ മാത്രമാണ് ദൈവം, ബാക്കി ആരൊന്നും ശരിയല്ലെന്നാണ്. ഫ്രാൻസിസ് പാപ്പ എത്ര ഭംഗിയായിട്ടാണത് പറഞ്ഞത്. മൈ ഗോഡ് ഈസ് നോട്ട് കാത്തലിക്. പാപ്പ ഇത് പറഞ്ഞപ്പോൾ ബോംബ് പൊട്ടിയമാരെയായിരുന്നു. പല ക്രിസ്ത്യാനികളും പൊട്ടിത്തെറിച്ചു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. കൃത്യമായിട്ട് ഈശോ പറഞ്ഞു തന്നെയല്ലേ പാപ്പ പറഞ്ഞത്. ഈ ലോകത്തിന് മുഴുവനും വേണ്ടിയാണ് ഈശോ വന്നിട്ടുള്ളത്. ദൈവം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവനാണ്. നിങ്ങളിങ്ങനെ കരുതുന്നുണ്ടോ? ഒരു ദിവസം ഈശോ ഈ ഭൂമിയിലേക്ക് വരും, AK-47 കയ്യിൽ വെച്ചിട്ട് വന്നിട്ട് നിൻ്റെ മതം ഏതാടാ, അങ്ങനെ മതം നോക്കിയിട്ട് ആൾക്കാരെ വെടിവെച്ച് കൊല്ലോ, ക്രിസ്ത്യാനികളല്ലാത്തവരൊക്കെ വെടിവെച്ച് കൊല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് ഒരു പേരേ ഉള്ളൂ, ടെററിസ്റ്റ്, തീവ്രവാദിയെന്ന്. ഒന്ന് ആലോചിക്കുക. മിശിഹ ഈ ഭൂമിയിലേക്ക് വരും, അത് വിധിക്കാനല്ല, കാരണം വിധി ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആ വിധി എന്താണ്? ഈശോന്നത് ഗോസ്പലിൽ പറയുന്നില്ലേ, നന്മ ചെയ്യുന്നവൻ വെട്ടത്തേക്ക് നടന്നു വരും, തിന്മ ചെയ്യുന്നവൻ ഇരുട്ടത്ത് തന്നെ ഇരിക്കും. അപ്പോൾ വിധി ഓൾറെഡി നടന്നു കഴിഞ്ഞു. ദെയർ ചോയ്സ് ഈസ് ദ ജഡ്ജ്. അവരെടുത്ത തിരഞ്ഞെടുപ്പ് തന്നെയാണ് അവരുടെ വിധി, വേറെ വിധിയൊന്നുമില്ല. തിന്മ പ്രവർത്തിക്കുന്നവൻ അവൻ ഇരുട്ടത്ത് തന്നെ ഇരിക്കും. ദാറ്റ്സ് ദ ജഡ്ജ്മെൻറ്റ്.